ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ വി വി രാജേഷ് നയിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. സ്വർണ്ണക്കള്ളക്കടത്തുകാരനും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷണം നൽകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. പാവപ്പെട്ടവന്റെ പ്രസ്ഥാനമെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പാവപ്പെട്ടവന്റെ നേതാവെന്ന് ചുമന്നുകൊണ്ട് പാവങ്ങളെ വഞ്ചിക്കുകയും കള്ളക്കടത്തുകാരനും കരിച്ചെടുത്തുകാരനും കൂട്ടുനിൽക്കുന്ന കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വരുന്നു. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തുകാരന്റെയും കരിഞ്ചന്തക്കാരന്റെയും താവളമാക്കിയ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്ന ആ വസ്തുത അന്വേഷിക്കുന്നതിന് പകരം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്താ ചെയ്തത്? പിറ്റേ ദിവസം സ്വന്തം മരുമകൻ റിയാസിന്റെ PR വർക്ക് ചെയ്യുന്ന മയ്യഴിക്കാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, ഞാൻ പേര് മാത്രം ഇപ്പൊ പറയുന്നില്ല, അന്വേഷണം നടക്കട്ടെ, അപ്പൊ പേര് വരും. ഞാൻ അടിവരായിട്ട് പറയുന്നു, ആരാണ് ചെയ്തതെന്ന് അറിയില്ലെന്നല്ലേ പറയുന്നത്. ആരാണ് ചെയ്തതെന്ന് അറിയില്ലെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ PR വർക്ക് ചെയ്യുന്ന മയ്യഴിയിലുള്ള മയ്യഴിയിലുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ പണി ചെയ്തത്. ആ PR ഏജൻസിയെ വിളിച്ചിട്ട് മുഖ്യമന്ത്രി ഡൽഹിയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു. PV അൻവർ ഉന്നയിച്ച വിഷയവും കഴിഞ്ഞ 10-40 വർഷമായി BJP കേരളത്തിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവും മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന രാഷ്ട്രദ്രോഹ പ്രവർത്തനങ്ങളെ കുറിച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രമായിട്ടുള്ള മഞ്ചേരി ഗ്രീൻ വാലിയിൽ നടക്കുന്ന ലവ് ജിഹാദ് സംഭവങ്ങളെ കുറിച്ച് 40 വർഷങ്ങൾ കൊണ്ട് തുടർച്ചയായിട്ട് BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ ഒരു ഭാഗമാണ് പുറത്തു വന്നത്. അത് അന്വേഷിക്കുന്നതിന് പകരം മുഖ്യമന്ത്രി ഡൽഹിയിൽ ഒരു PR ഏജൻസിയെ വിളിച്ചൊരു പത്രസമ്മേളനം നടത്തിയിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ കുറെ കാലമായി CPM-ന് നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുഖ്യമന്ത്രി മറ്റൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഒരു സമൂഹത്തെ ആക്ഷേപിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ കഴിഞ്ഞ 8 വർഷമായി ഹൈന്ദവ സമൂഹത്തിന്റെ ആരാധനാക്രമങ്ങളെ അട്ടിമറിക്കുവാനുള്ള പേക്കൂത്തുകളല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPI-യുടെയും പിന്തുണ കിട്ടാൻ വേണ്ടി നിങ്ങൾ ശബരിമലയിൽ നിന്നും ആരംഭിച്ചല്ലേ? തൃശൂർ പൂരം മാത്രമല്ലല്ലോ നിങ്ങൾ അലങ്കോലമാക്കിയത്. ശബരിമലയിൽ നിങ്ങൾ എവിടെ കിടന്നു? രണ്ട് സ്ത്രീകളെ നിങ്ങൾ കെട്ടിവലിച്ചു കൊണ്ടുവന്നിട്ട് പോലീസിന്റെ അകമ്പടിയോടെ അവിടെ കയറ്റിക്കൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരായ ഹിന്ദു വിശ്വാസികളുടെ മനസ്സിൽ നിങ്ങൾ കളങ്കമേൽപ്പിച്ചു, മുറിവേൽപ്പിച്ചു. നിങ്ങൾ തൃശൂരിൽ പരമ്പര
പുറത്തിറക്കിയിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഒപ്പിട്ട ഒരു ഉത്തരവ്, കോർപ്പറേഷന്റെ ഒരു ഉത്തരവ്. സരസ്വതി മണ്ഡപത്തിൽ കുമാരസ്വാമിയെയും വെള്ളിക്കുതിരയെയും വെച്ച് പൂജിക്കുന്നതിന് അവിടുത്തെ ഭരണസമിതി, ജനകീയ സമിതി വാടക കൊടുക്കണമെന്ന് ആലോചിച്ച് നോക്ക്. എന്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നതിന് വാടക കൊടുക്കണമെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നത് പോലെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ വെള്ളിക്കുതിരയെയും കുമാരസ്വാമിയെയും സരസ്വതി കൽമണ്ഡപത്തിൽ വെച്ച് പൂജിക്കുന്നതിന് വാടക കൊടുക്കണമെന്ന് ഉത്തരവിറക്കിയിരിക്കുന്നു. നിങ്ങൾ ശബരിമലയിൽ ആരംഭിച്ചു, നിങ്ങൾ തൃശ്ശൂരിൽ ചെയ്തു, നിങ്ങൾ ആറ്റുകാൽ കുന്താലിടാൻ ഭീഷണിപ്പെടുത്തി, നിങ്ങൾ പൂജപ്പുരയിൽ നവരാത്രി ആഘോഷങ്ങൾ പോലും അട്ടിമറിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നോട് ഒരാൾ ചോദിച്ചു, ഇങ്ങനെ വാടക കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക? ഞാൻ നിങ്ങൾ കാര്യം ചെയ്യും, വെള്ളിക്കുതിരയോടും കുമാരസ്വാമിയോടും അപേക്ഷിച്ച് നോക്ക് വാടക കൂടി അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി. വെള്ളിക്കുതിര വാടക കൊണ്ടൊന്ന് കോർപ്പറേറ്റ് അടച്ചാൽ മാത്രമേ വെള്ളിക്കുതിരയ്ക്ക് സരസ്വതി മണ്ഡപത്തിൽ ഇരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഉത്തരവിറക്കിയിരിക്കുന്നു പിണറായി വിജയന്റെ പാർട്ടി. ഒന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ വർഷം വരെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആസൂത്രിതമായി കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വോട്ട് നേടുവാൻ വേണ്ടി, വോട്ട് പിടിക്കുവാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന കളി, അതൊക്കെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പായപ്പോഴേക്കും അക്ഷരാർത്ഥത്തിൽ തന്നെ അതൊക്കെ തന്നെ തകരം മറിക്കപ്പെട്ടു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ പോലും വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവായിട്ടുള്ള സഖാക്കന്മാർ BJPക്ക് വോട്ട് ചെയ്യുന്നു. BJP ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ബൂത്ത് BJP ലീഡ് ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരത്തുള്ള 2 മന്ത്രിമാരുടെയും ബൂത്തുകൾ BJP ലീഡ് ചെയ്തിരിക്കുന്നു. LDFന്റെ 10 MLA-മാരുടെ ബൂത്തുകൾ BJP ലീഡ് ചെയ്തിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അപകടം മനസ്സിലായി. അതുകൊണ്ടല്ലേ പിണറായി വിജയൻ അൻവറിനെ ചാരി നിന്നുകൊണ്ട് ഹിന്ദു വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി അത്തരത്തിലുള്ള പ്രസ്താവന കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം 4 ഭാഗത്തു നിന്നും പിണറായി വിജയനെതിരെ നിലപാടുകൾ പലരും സ്വീകരിച്ചപ്പോഴേക്കും, മലപ്പുറം ഇറങ്ങിയപ്പോഴേക്കും ഈ നാണംകെട്ട പിണറായി വിജയൻ മലക്കം മറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞതല്ല, ഹിന്ദു പത്രം തെറ്റായിട്ട് കൊടുത്തതാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞില്ലേ? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, മുരളിയേറ്റൂടെ എത്തിക്കഴിഞ്ഞു. ഞാൻ ഒറ്റ കാര്യം കൂടി, കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന, സംഘടനയെ സ്നേഹിക്കുന്ന ഈ ആരെങ്കിലും ഈ പ്രസംഗം എവിടെയെങ്കിലും വെച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ. ശ്രീ E.K. മേനോൻ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിരുന്നു. EMS നമ്പൂതിരിപ്പാടായിരുന്നു. VS അച്യുതാനന്ദനായിരുന്നു. ഇവരൊക്കെ തന്നെ കേരളത്തെ ഭരിച്ച മുഖ്യമന്ത്രിമാരാണ്. ഇവരാരെങ്കിലും PR ഏജൻസിയെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്തിട്ടുണ്ടോ? അന്ന് ഇത്രയും മാധ്യമങ്ങൾ പോലുമില്ല. സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ PR ഏജൻസിയെ നിയമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയെ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഗതികേട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ സഖാക്കന്മാർ ഇനിയും അത് പേറണോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട സാഹചര്യമാണ്. സുഹൃത്തുക്കളെ, അൻവർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ, ഈ കേൾക്കുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ, ഈ സെക്രട്ടേറിയറ്റ് ഉണ്ടല്ലോ, ഈ അഴിമതിയുടെ ഈ വെള്ളക്കൊട്ടാരം, ഇതിനുള്ളിൽ നടക്കുന്നത് എന്തൊക്കെയാ? സന്ധ്യമയം കഴിഞ്ഞാൽ മദ്യപാനം, മറ്റ് സ്ത്രീപീഡനം കേസുകളൊക്കെ തന്നെ അട്ടിമറിക്കുന്നു, കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള ഒരു താവളത്തിൽ നിന്നാണ് എന്നെയും നിങ്ങളെയും ഭരിക്കുവാനുള്ള തീരുമാനങ്ങൾ വരുന്നത്. പ്രിയപ്പെട്ടവരെ, BJP ശക്തമായിട്ട് മുന്നിട്ടിരിക്കുകയാണ്. VD സതീശൻ അലർച്ചയാണ്, അലർച്ച. VD സതീശൻ തൃശൂർ പൂരത്തിന്റെ വേദനയിലാണ്. ഞാൻ VD സതീശനോട് ചോദിക്കുന്നത്, ഇന്ന് പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ. 2004 മുതൽ 2014 വരെ ജമാഅത്ത് ഇസ്ലാമിയുടെ എല്ലാ പിന്തുണയും ഞങ്ങൾ UDF-നാണ് കൊടുത്തുകൊണ്ടിരുന്നത്. UDF നേതാക്കന്മാർ എന്ന് ഞങ്ങളുടെ കാല് പിടിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇന്ന് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞിട്ടുണ്ട്. VD സതീശൻ നിഷേധിക്കാമോ? ഇന്ന് ഇസ്ലാമിക ഭീകരവാദം കേരളത്തിൽ ശക്തമാകുന്നുവെങ്കിൽ അതിന് വെള്ളവും വളവും ഇട്ടുകൊടുത്തത് കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF സംവിധാനവുമായിരുന്നു. മുസ്ലിം ലീഗ് ഒന്ന് കണ്ണുരട്ടി കഴിഞ്ഞാൽ പാലക്കാട് തങ്ങളുടെ അടുക്കളയിൽ ചെന്നിട്ട് തങ്ങൾ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന നേതാക്കന്മാരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്നത്. അവരാണ് കേരളത്തെ തീവ്രവാദികളുടെ പരദീസയാക്കി മാറ്റിയത്. അതിനുശേഷം അതേ പാത മാർക്സിസ്റ്റ് പാർട്ടിയും പിന്തുടർന്നു. സുഹൃത്തുക്കളെ, ശക്തമായ പോരാട്ടമാണ് BJP സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ പോരാട്ടത്തിന് ജനാധിപത്യ കേരളത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നേതാവ്, BJPയുടെ കേരളത്തിലെ ഏറ്റവും മൂത്ത നേതാക്കളുടെ ഒരാളായിട്ടുള്ള ശ്രീ V. മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഴിമതിക്കാരെയും രാജ്യദ്രോഹികളെയും സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഈ മാർച്ചിന് നേതൃത്വം നൽകുന്ന
പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ വി രാജേഷ്, പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ശ്രീ ശിവൻകുട്ടി, ശ്രീ സുരേഷ്, ശ്രീ പാലോട് സന്തോഷ്, ശ്രീ MR ഗോപൻ, മഹേശ്വരൻ നായർ, ശ്രീ തമ്പാനൂർ സതീഷ്, പത്മിനി തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കളെ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ വിജയ് നായകനായിട്ടുള്ള ഒരു തമിഴ് സിനിമയാണ്. പോക്കിരി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതിന്റെ ഒരു ഏകദേശ രൂപമാണ് ഇപ്പോ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് അധോലോക സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ആ സിനിമയിലെ പ്രതിപാദ്യ വിഷയമെങ്കിൽ, ഇപ്പോ കേരളത്തിലെ ഏറ്റുമുട്ടൽ രണ്ട് അധോലോക സംഘങ്ങൾ തമ്മിലാണ്. ഒന്ന് PV അൻവർ നേതൃത്വം നൽകുന്ന നിലമ്പൂർ ഡോൺസ്, പിന്നെ P ശശി നേതൃത്വം നൽകുന്ന കണ്ണൂർ ഡോൺസ്. ഇവർ രണ്ടുപേരും തമ്മിൽ കൊള്ള മുതൽ പങ്കിടുന്നതിൽ നടന്നിട്ടുള്ള തർക്കങ്ങൾ, ആ തർക്കങ്ങളാണ് ഇപ്പൊ നാറിയ കഥകൾ മുഴുവൻ തന്നെ നാട്ടിൽ മുഴുവൻ പാട്ടാക്കുന്നതിന് കാരണമായിട്ടുള്ളത്. ഇത്രയും കാലം ഇവരെ ഒരുമിച്ച് നിന്ന് കസ്റ്റഡി കൊലപാതകങ്ങളും സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിർബാധം നടത്തി വരികയായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന കരിപ്പൂർ കേന്ദ്രമാക്കിയിട്ടുള്ള സ്വർണ്ണക്കടത്ത്, ആ സ്വർണ്ണക്കടത്തിന് കൂടെ നിന്ന ആളുകളാണ് ഇവരെല്ലാവരും ഒരുമിച്ച്. ഒരു സുപ്രഭാതത്തിൽ P ശശി ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ആളാണ് എന്ന് അൻവറിന് തോന്നിയത് എന്താണെന്ന് എനിക്കറിയില്ല. ഇത്രയും കാലം അൻവറിന് ഇതൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഇതെല്ലാം നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ്. കൊള്ള മുതൽ പങ്കിടുന്നതിലുള്ള തർക്കം, ആ തർക്കമാണ് ഇപ്പോ ഈ കഥകളൊക്കെ പുറത്തു വരാൻ കാരണം. അപ്പൊ ഇത് നിർബാധം തുടരുകയായിരുന്നു. പല അബദ്ധവും ഇടയ്ക്കൊക്കെ പറ്റുമ്പോ അത് PR-കാരെ വെച്ച് വെളുപ്പിച്ചെടുക്കും. അതാണ് കഴിഞ്ഞ 8 വർഷമായിട്ട് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന തുടരുന്ന തന്ത്രം. ഞാനിതൊരു 5-6 കൊല്ലം മുമ്പേ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളവരാണ്. കോവിഡ് കാലത്ത് കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം കുറച്ചു കൊണ്ടുവന്ന് കേരളത്തിൽ കോവിഡ് ബാധിതരായിട്ടുള്ളവരുടെ എണ്ണം ലോകത്തെവിടെയുമുള്ളതിനേക്കാൾ കുറവാണ് എന്ന് വരുത്താനുള്ള ശ്രമമാണ് അന്ന് പിണറായി വിജയൻ നടത്തിയത്. എന്നിട്ട് മാധ്യമങ്ങളിലുള്ള ചില പഴയ SFI-ക്കാരുണ്ട്. ആ മാധ്യമങ്ങളിലുള്ള SFI-ക്കാര് കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും മാത്രമല്ല, കേരളത്തിനും ഇന്ത്യക്കും പുറത്തും ഉൾപ്പെടെയുള്ള പഴയ SFI-ക്കാരുണ്ട്. അവരെ കൊണ്ട് ലേഖനം എഴുതിക്കും. എന്നിട്ട് പറയും, ന്യൂയോർക്ക് ടൈംസിൽ വാർത്ത വന്നു, വാഷിംഗ്ടൺ ടൈംസിൽ വാർത്ത വന്നു, കോവിഡിനെ ഞങ്ങൾ പിടിച്ചുകെട്ടി, കേരളം പിടിച്ചുകെട്ടി. അന്ന് ചില CPM-കാരും SFI-ക്കാരും ഒക്കെ പറഞ്ഞത് നരേന്ദ്രമോദി പിണറായി വിജയനെ കണ്ടുപിടിക്കണം എന്നാണ്. കോവിഡിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യത്തിൽ പിണറായി വിജയൻ എടുക്കുന്ന മാതൃക, അന്നത്തെ PR ഏജൻസിയുടെ നിർദ്ദേശമായിരുന്നു കോവിഡ് ടെസ്റ്റിന്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് ഡാം തുറന്നുവിടാതെ ഏതാണ്ട് 400ഓളം ആളുകളെ ഇടുക്കിയിൽ വെള്ളത്തിൽ മുക്കിക്കൊന്നു. ആദ്യത്തെ പ്രളയം, അന്നും കരുതലിന്റെ ആൾരൂപമായിട്ട് പിണറായി വിജയൻ അവതരിച്ചു. ലോകം മുഴുവൻ കരുതലിന്റെ പ്രതിരൂപമായിട്ട് അവതരിപ്പിക്കപ്പെട്ടു. ആ അവതരണവും PR ഏജൻസിയുടേതായിരുന്നു. അത് കഴിഞ്ഞപ്പോ പിന്നീട് ഉണ്ടായിട്ടുള്ള പ്രളയങ്ങൾ, ആ കാലഘട്ടത്തിലാണ്
PR ഏജൻസികൾ പുതിയൊരു പേര് മുഖ്യമന്ത്രിക്ക് ചാർത്തിക്കൊടുത്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ക്യാപ്റ്റൻ. ഇതൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരോ ഉണ്ടാക്കിയ പേരുകളല്ല. ഈ പേരുകളൊക്കെ ഉണ്ടാക്കുന്നത് PR ഏജൻസികളാണ്. അതുകൊണ്ട് ഈ PR ഏജൻസികളുടെ നിർദ്ദേശമനുസരിച്ച് അവരുണ്ടാക്കുന്ന തിരക്കഥയനുസരിച്ച് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കരുതലിന്റെ ആൾരൂപമായിട്ട് മാറിയ ഒരു നേതാവായിട്ട് പിണറായി വിജയൻ അവതരിപ്പിക്കപ്പെട്ടു. കോവിഡ് കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ ഒരു ദിവസം ആ കാലത്ത് വൈകുന്നേരം ഞാൻ ഒരാളെ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു, ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടത്തി വന്നു, കുറച്ച് കഴിഞ്ഞ് സംസാരിച്ചാൽ പോലെ. കാരണം എന്താ വെച്ചാൽ അന്ന് പിണറായി വിജയന്റെ 6 മണിക്കുള്ള ചിരട്ട കമിഴ്ത്തൽ പത്രസമ്മേളനത്തിന്റെ കാലമായിരുന്നു. നമ്മളാരും വീട്ടിലെ ചിരട്ട മലർത്തി വെക്കരുത്, ചിരട്ടയൊക്കെ കമിഴ്ത്തി വെക്കണം. കാരണം ചിരട്ട മലർത്തി വെച്ച് കഴിഞ്ഞാൽ അതിൽ കൊതുക് മുട്ടയിടും. ഇങ്ങനെയുള്ള ശാസ്ത്രീയ സത്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം 3/4 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ മാധ്യമപ്രവർത്തകരോട് സെക്രട്ടേറിയറ്റിൽ സുരക്ഷിതമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മാധ്യമ മുറിയിൽ ഇരുന്നിട്ട്, കാരണം മാധ്യമപ്രവർത്തകരായി ഇരിക്കുന്ന അവിടെയല്ല, അവർ വേറെ മുറിയിലാണ്. കാരണം കോവിഡിന്റെ കാലത്ത് അങ്ങനെയാണ്. ഈ PR എക്സസൈസ് കഴിഞ്ഞ 7-8 കൊല്ലമായിട്ട് തുടരുന്ന PR എക്സസൈസ് ആണ്. ഇതൊരു പുതിയ PR എക്സസൈസ് അല്ല, പുതുതായിട്ട് ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസി അല്ല. പക്ഷെ ഇപ്പോ അത് പുറത്തു വന്നുപോയി. ഇത്രയും കാലം പിണറായി വിജയന്റെ ഇതുപോലെയുള്ള പല തട്ടിപ്പുകൾ, അത് കോവിഡിന്റെ കാലത്താണെങ്കിലും പ്രളയത്തിന്റെ കാലത്താണെങ്കിലും ഡാം തുറന്നു വിടാതെ ആളുകളെ മുക്കിക്കൊന്ന കാലത്താണെങ്കിലും ആ കാലത്തൊന്നും ആരും ചോദിച്ചിട്ടില്ല നിങ്ങളുടെ നയത്തിന്റെ, നയരാഹിത്യത്തിന്റെ, നയവൈകല്യത്തിന്റെ ഫലമായിട്ടല്ലേ ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടായത് എന്നാരും ചോദിച്ചില്ല. ഈ തവണ ആദ്യമായിട്ട് വയനാട്ടിലടക്കം ചില ആളുകൾ ചോദിച്ചു. മുന്നറിയിപ്പ് ഉണ്ടായിട്ടും ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാത്തതിന്റെ ഫലമായിട്ടാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ വയനാട്ടിൽ ഉൾപ്പെടെയുള്ള ദുരന്തമുണ്ടായത്. ബഹുമാന്യനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളുടെ വിവരങ്ങൾ നൽകി, പാർലമെന്റിൽ നൽകി. അപ്പോഴും PR ഏജൻസികളുടെ സഹായത്തോടുകൂടി അന്ന് വൈകുന്നേരം അടുത്ത ദിവസം മറ്റോ പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അമിത്ഷാ എന്ന് പറയുന്ന ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് ഈ രാജ്യത്തെ 10-30 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്ക് കൊടുക്കാത്ത വിവരം കൊടുത്തു എന്ന് പറയേണ്ട ഒരു ബാധ്യതയും അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിക്കില്ല. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് പാർലമെന്റിലാണ്. ആ പാർലമെന്റിൽ സത്യവിരുദ്ധമായിട്ടുള്ള, വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയാൻ സാധിക്കില്ല. കേരള നിയമസഭയിൽ പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കേരള നിയമസഭയിൽ ബജറ്റിൽ അടക്കം നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി ബജറ്റിൽ ഉൾപ്പെടെ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടത് കൊടുക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോ അത് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ഒരു പ്രതിപക്ഷം കേരളത്തിനുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയുള്ള മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് ഇതുപോലെയുള്ള പച്ചക്കള്ളം തട്ടിവിടാം. പാർലമെന്റിൽ, ഇന്ത്യൻ പാർലമെന്റിൽ വസ്തുതകൾ മാത്രം പ്രതിപാദിക്കപ്പെടുന്ന സ്ഥലമാണ്. 6 കൊല്ലത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള PR എക്സസൈസുകളിലൂടെ വെളുപ്പിച്ചെടുക്കുന്ന സമീപനം, ആ സമീപനമായിരുന്നു ഇത്രയും കാലം. ഇപ്പോ ഈ തവണ അതത്ര ഏശിയില്ല. കാരണം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത്രയും കാലം എല്ലാം വെളുപ്പിച്ചെടുക്കുമായിരുന്നു. ഈ തവണ വെളുക്കാൻ തേച്ചത് പാണ്ടായിപ്പോയി. കാരണം പറഞ്ഞു വന്നപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഒരു സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും തോറ്റു. മാർക്സിസ്റ്റ് പാർട്ടിക്ക്
സംസ്ഥാനത്ത് 8 കൊല്ലമായിട്ട് ഭരിക്കുന്ന സർക്കാരിന് കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ എത്രയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി. അതിനെക്കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടി വിലയിരുത്തിയപ്പോ അവർ തന്നെ പറഞ്ഞതായിട്ട്, അവർ തന്നെ വിലയിരുത്തലായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരം, ഞാൻ അവരുടെ വിലയിരുത്തൽ നേരിട്ട് കണ്ട ഒരാളല്ല, എനിക്ക് അവരുടെ രേഖകൾ കണ്ടിട്ടുമില്ല, ഞാൻ കേട്ടിട്ടുമില്ല. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് കേരളത്തിലെ നിരവധി പ്രദേശങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ചോർന്ന് ബിജെപിക്ക് പോയി. അങ്ങനെ വോട്ട് ചോർന്ന് ബിജെപിക്ക് പോയത് കൊണ്ടാണ് ആറ്റിങ്ങലിലടക്കം കോൺഗ്രസ് ജയിച്ചത്. CPM-ന്റെ വോട്ട് ബിജെപിക്ക് പോയപ്പോ കോൺഗ്രസിന് വിജയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോ പതിവ് പോലെ PR ഏജൻസികൾ മുഖ്യമന്ത്രിക്ക് ഉപദേശമായിട്ട് വന്നു. എന്താ ഉപദേശം? മലപ്പുറം ജില്ലയെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ നടത്തുക. കേരളത്തിൽ കരിപ്പൂരിലാണ് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടത്തുന്നത് എന്നുള്ളത് പിണറായി വിജയൻ ഇന്നോ ഇന്നലെയോ മനസ്സിലായ ആളാണോ? പിണറായി വിജയൻ ഇതിനു മുമ്പ് അറിയില്ലായിരുന്നോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് 8 കൊല്ലം ഭരിക്കുന്ന ഒരാൾക്ക് കേരളത്തിലെ എവിടെയാണ് കള്ളക്കടത്ത് കൂടുതൽ നടക്കുന്നത്, ഏത് വിമാനത്താവളം വഴിയാണെന്ന് അറിയാൻ മുഖ്യമന്ത്രി ഒന്നും ആവണ്ട, എല്ലാ ദിവസവും പത്രം വായിക്കുന്ന ആളുകൾക്കറിയാം. മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ, ആ വാർത്തകൾ കൃത്യമായിട്ട് വായിക്കുന്ന ആളുകൾക്കറിയാം. ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത് കരിപ്പൂരിലെ സ്വർണം പിടിക്കുന്ന വാർത്തയാണ്. പക്ഷെ കരിപ്പൂരിൽ സ്വർണം പിടിക്കുക മാത്രമല്ല, കരിപ്പൂരിൽ സ്വർണം പിടിക്കാതെ പോകുന്ന സ്വർണത്തെ, ആ സ്വർണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിനെ വളഞ്ഞിട്ട് പിടിച്ച് അജ്ഞാത കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി അവിടെ ഭീഷണിപ്പെടുത്തി അതിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു പങ്ക് തട്ടിയെടുക്കുന്ന ഒരു അധോലോക സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ളത് പുറത്തു വന്നത് ഇവർ തമ്മിലുള്ള തർക്കം പുറത്തു വന്നപ്പോഴാണ്. അത് പുറത്തു വന്നപ്പോ അങ്ങനെ പിടിച്ചെടുക്കുന്ന സ്വർണം മുഴുവൻ തന്നെ സർക്കാരിലേക്ക് തിരിച്ചു വരികയല്ല, പകരം അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ വീതിച്ചെടുക്കുന്നു. അതിന് നേതൃത്വം നൽകുന്നത്, അത് നിയന്ത്രിക്കുന്നത് കേരളത്തിന്റെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതല വഹിക്കുന്ന ADGP അജിത് കുമാറാണ്, MR അജിത് കുമാറാണ് എന്നുള്ള ആരോപണമായിരുന്നു. മുഖ്യമന്ത്രി മിണ്ടിയില്ല. മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു അന്വേഷിക്കാം, DGP-യെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ നമ്മുടെ ബഹുമാനനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് എല്ലാ തവണത്തെയും പോലെ മുഖ്യമന്ത്രിയുടെ രക്ഷക്കെത്തി. കാരണം ക്രമസമാധാന പാലനത്തിന്റെ ചുമതല വഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, ആ പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിൽ സ്വർണ്ണക്കടത്തിന് നേതൃത്വം നൽകുന്ന ആളാണ്. കേരളത്തിലെ കസ്റ്റഡി കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ് എന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ, ആ ഓരോ ആരോപണം ഉയരുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള കാര്യം എന്താ? ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് പോലും വളരെ ബാലിശമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോ ആ ആരോപണങ്ങളോട് ഈ സംസ്ഥാന സർക്കാർ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഒരു DGP കേരളത്തിലുണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. വിജിലൻസിന്റെ തലപ്പത്തുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് എന്റെ ഓർമ്മ 2.5 വർഷക്കാലത്തോളം അദ്ദേഹം അവധിയെടുത്ത് വീട്ടിലിരിക്കാൻ പറഞ്ഞു. എന്താ കാരണം? അദ്ദേഹം ഒരു ആത്മകഥ എഴുതി. അതിനപ്പുറമുള്ള തെറ്റൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. ശരിയാ, പോലീസിലെ മാനുവൽ പ്രകാരം, പോലീസ് നിയമപ്രകാരം, സർക്കാർ ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട ചട്ടങ്ങൾ പ്രകാരം സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങണം. ജേക്കബ് തോമസ് അനുമതി വാങ്ങിയില്ല. അനുമതി വാങ്ങാത്തതിന്റെ പേരിൽ ആ DGP-യെ അവധിയെടുത്ത് വീട്ടിലിരുന്നോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എലത്തൂരിലെ തീവണ്ടി തീവെപ്പ് സംഭവം, കഴിഞ്ഞ വർഷം നടന്ന തീവണ്ടി തീവെപ്പ് സംഭവം, ആ തീവണ്ടി സംഭവത്തിൽ പിടികൂടിയ ആളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് ചോർന്നു കിട്ടിയത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് P. വിജയൻ എന്ന് പറയുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, എന്റെ ധാരണ അദ്ദേഹം ADGP-യോ IG-യോ എന്തോ ആണ്, IG, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു.
വിവരങ്ങൾ പുറത്തുവിട്ടു, അന്വേഷണ വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് നൽകി. ഇവരൊക്കെ ചെയ്ത തെറ്റിനേക്കാൾ വലിയ തെറ്റല്ലേ ഈ പറയുന്ന എം ആർ അജിത് കുമാർ ചെയ്തത്? ഇവർക്കൊക്കെ എതിരായിട്ട് ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത്, നടപടിയെടുക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ രീതിയല്ല എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇവർക്കൊക്കെ എതിരായിട്ട് നടപടിയെടുത്തപ്പോ ഈ നയമല്ലായിരുന്നല്ലോ. അപ്പൊ അന്നത്തെ നയം എന്താ പെട്ടെന്ന് മാറ്റിയത്? ആ നയം മാറ്റാനുള്ള കാരണമുണ്ട്. കാരണം എം ആർ അജിത് കുമാറിന് ജേക്കബ് തോമസിനും പി വിജയനും ഇല്ലാത്ത ചില പ്രത്യേക വിശേഷണങ്ങളുണ്ട്. എന്താ? എം ആർ അജിത് കുമാറിന് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അറിയാം. തിരുവനന്തപുരത്തെ വിമാനത്താവളത്തെ നയതന്ത്ര ബാഗേജിന്റെ പേരിൽ നടന്ന കള്ളക്കടത്ത്, ആ കള്ളക്കടത്തിലെ പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സരിത്ത് എന്ന് പറയുന്ന ഒരാളെ പോലീസ് അജിത് കുമാർ കസ്റ്റഡിയിലെടുത്തു. എന്താ കസ്റ്റഡിയിലെടുക്കാൻ കാരണം? ഉയർന്ന ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇതുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ കസ്റ്റഡിയിലെടുക്കലും അത് തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നത് എന്നാണ്. ആ ആരോപണത്തിൽ, ആ സംഭവത്തിൽ പ്രതിയായിരുന്ന ആ സ്ത്രീ തന്നെ പറഞ്ഞു. അവർ 2 തവണ ആവർത്തിച്ചു, മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു, വീണ്ടും പറഞ്ഞു. അവർ പറഞ്ഞു, എനിക്കെതിരായിട്ട്, ഞാൻ പറയുന്നത് വസ്തുതകൾക്കെതിരായിട്ടാണെങ്കിൽ, വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ എനിക്കെതിരായിട്ട് അപകീർത്തി കുറ്റത്തിന് കേസെടുക്കാം. എന്താ മുഖ്യമന്ത്രിയുടെ മകളും ആ കേസെടുക്കാൻ പോകാതിരുന്നത്? എന്തുകൊണ്ടാ പരാതി കൊടുക്കാതിരുന്നത്? അപ്പൊ അജിത് കുമാറിന് പല കാര്യങ്ങളും അറിയാം. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള ആളുകൾ നടത്തുന്ന ഇതുപോലെയുള്ള രാജ്യദ്രോഹ പ്രവർത്തനം എന്ന് ഞാൻ പറയില്ല, മുഖ്യമന്ത്രി അടക്കം പറയുന്നതാണ്. സ്വർണ്ണക്കടത്ത് പോലെയുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ കരിപ്പൂര് നടന്നാലും മുഖ്യമന്ത്രിയുടെ മകള് നേതൃത്വം നൽകി നടന്നാലും ഒക്കെ രാജ്യദ്രോഹ പ്രവർത്തനമാണ്. സ്വന്തം കുടുംബത്തിലുള്ള അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന രാജ്യദ്രോഹ പ്രവർത്തനം, ആ രാജ്യദ്രോഹ പ്രവർത്തനത്തിനെ കുറിച്ച് അറിയുന്ന ഒരാളാണ് അജിത് കുമാർ. അജിത് കുമാറിന് വേറൊരു വിശേഷണം കൂടിയുണ്ട്. കാരണം അജിത് കുമാറിന്റെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെയുള്ള സംരക്ഷണവും അനുഗ്രഹവും നൽകുന്നത് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിട്ടുള്ള പി ശശിയാണെന്നാണ് പറയുന്നത്. പി ശശിയുടെ കാര്യം പുറത്തു വന്നപ്പോ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് പി ശശി തെറ്റ് ചെയ്യില്ല. എന്താ കാരണം? പി ശശി CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് തെറ്റാവരം എന്ന് പറയുന്ന ഒരു വരവുണ്ട്. പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ള വരം. അത് ഹിന്ദുജനന്മാരെന്ന് കൊടുത്ത വരമാണ്. ആ വരം, കാരണം ഞാനതിന് ആ പ്രയോഗം നടത്താൻ കാരണം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള പോപ്പ് പത്മിനി തോമസ് ഇവിടെ അറിയാം. ഇൻഫാലിബിലിറ്റി ഓഫ് ദ പോപ്പ് തെറ്റ് ചെയ്യില്ല. കാരണം ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. അതേപോലെയുള്ള ഒരു തെറ്റാവരം പി ശശിക്ക് കിട്ടിയിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗമായതുകൊണ്ട്. പണ്ട് പി ശശി ഒരു സ്ത്രീ പീഡന കേസിൽ പ്രതിയായിരുന്നു. അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അന്ന് സസ്പെൻഡ് ചെയ്യാൻ കാരണം അന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയിരുന്നില്ല. അതുകൊണ്ട് ആ വരം വന്ന് കിട്ടിയിരുന്നില്ല. അന്ന് ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു, ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഇപ്പൊ സംസ്ഥാന കമ്മിറ്റി അംഗമായതുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നത് പി ശശി തെറ്റ് ചെയ്യില്ല. ആ പി ശശിയുടെ സംരക്ഷണത്തിലും അനുഗ്രഹത്തിലുമാണ് എം ആർ അജിത് കുമാർ പ്രവർത്തിക്കുന്നത്. ഇത് സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അത് കഴിഞ്ഞ ആരോപണം വന്നു. മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, പൂരം അലങ്കോലപ്പെടുത്തിയത്, തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് എം ആർ അജിത് കുമാറും RSSും ചേർന്നിട്ടുള്ള ഗൂഢാലോചനയിലൂടെയാണ്. RSSനെ കുറിച്ച് അറിയുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ
BJP-ക്കാർ മാത്രമല്ല, മാധ്യമ പ്രവർത്തകർക്കും RSS-നെ അറിയാം. കാരണം കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് RSS-ന് എതിരായിട്ടും അനുകൂലമായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. മാധ്യമ പ്രവർത്തകർ RSS-നെ വസ്തുനിഷ്ഠമായിട്ട് കാണുന്ന ആളുകളും ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, 2024 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യെ ജയിപ്പിക്കാൻ വേണ്ടി തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തണം എന്നുള്ളത് വാദത്തിന് വേണ്ടി സമ്മതിച്ചുകൊണ്ടിരിക്കട്ടെ. അതിന്റെ ഗൂഢാലോചനയിൽ പങ്കാളിയാകാൻ RSS-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നേരിട്ട് തൃശൂരിൽ വന്ന് RSS ക്യാമ്പിൽ വന്നിട്ട് അജിത് കുമാറിനെ വിളിച്ചു വരുത്തിയിട്ട് ഗൂഢാലോചന നടത്തിയാൽ RSS-ൽ വരെ ആണുങ്ങളാരില്ലേ? RSS എന്ന് പറയുന്ന സംഘടന ഒരു കാര്യം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കാൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കാൻ മാത്രം പമ്പര വിഡ്ഢികളാണോ കേരളത്തിലെ ജനങ്ങളും മാധ്യമപ്രവർത്തകരും? പക്ഷേ VD സതീശന് തോന്നി മുഖ്യമന്ത്രിയിൽ നിന്ന് അജിത് കുമാറുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുള്ള ചർച്ചയിൽ നിന്ന് വഴിതിരിച്ചു വിടണമെങ്കിൽ പുതിയൊരു കാര്യം കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് RSS കൂടിക്കാഴ്ച വിവാദം ഇപ്പോഴും അതാണ് സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സതീശന് ഫോൺ ചോർത്തലിനെ കുറിച്ച് ചോദ്യമില്ല, സതീശന് കസ്റ്റഡി കൊലപാതകത്തെ കുറിച്ച് ചോദ്യമില്ല. താമർ ജിഫ്രി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിലമ്പൂരിൽ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. അത് CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് സതീശന് മിണ്ടാട്ടമില്ല. ആ കുടുംബത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്താൻ സതീശന് താല്പര്യമില്ല. പകരം സതീശൻ മുഴുവൻ പറയുന്നത് RSS-ന്റെ 2ാം നമ്പർകാരനായിട്ടുള്ള ദത്താത്രേയ ഹൊസബാളയുമായിട്ട് അജിത് കുമാർ ചർച്ച നടത്തി. വത്സൻ തില്ലങ്കേരിയുമായിട്ട് 4 മണിക്കൂർ ചർച്ച നടത്തി. ഞാൻ ഇന്നലെ വത്സൻ തില്ലങ്കേരിയോട് ചോദിച്ചു, 4 മണിക്കൂർ നിങ്ങൾ എന്താ ചർച്ചയാണ് ഇയാളുമായിട്ട് നടത്താറ്? സാധാരണ മനുഷ്യർ നമ്മൾ തമ്മിൽ കണ്ടു വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറോ 3 മണിക്കൂറോ സംസാരിക്കും. 4 മണിക്കൂർ കുറഞ്ഞ 4 മിനിറ്റ് എന്നുള്ളത് മണിക്കൂറായിട്ട് തെറ്റിപ്പോയി. ഞാൻ 4 മിനിറ്റ് കണ്ടിട്ടുണ്ട്. കാരണം വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങളിൽ അതിന് നേതൃത്വം നൽകാൻ അജിത് കുമാറിനെ ചുമതലപ്പെടുത്തിയപ്പോ അവിടെ പ്രവർത്തിക്കുന്ന RSS-ന്റെ പ്രവർത്തകരുണ്ട്. ആ കാര്യങ്ങൾ സംസാരിക്കാൻ ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെയുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ശ്രദ്ധ തിരിച്ചുവിടാൻ പ്രതിപക്ഷ നേതാവ് നടത്തിയ ശ്രമം, ആ ശ്രമം നമ്മൾ കണ്ടു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി ഇന്നലെ 3 അന്വേഷണമാണ് പ്രഖ്യാപിച്ചത്. ഒന്നല്ല, 3 അന്വേഷണം. DGP ഒരു തവണ അന്വേഷിച്ചു, ഇനി 3 അന്വേഷണം പുതുതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. പക്ഷേ അജിത് കുമാറിനെ മാറ്റി സ്ഥാനത്തൊന്നും മാറ്റുന്ന പ്രശ്നമേ ഇല്ല. എന്താ മാറ്റാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി സാധാരണഗതിയിൽ നിങ്ങളാരെങ്കിലും മുഖ്യമന്ത്രി ചിരിക്കുന്ന കണ്ടില്ല. നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി എപ്പോഴെങ്കിലും വാ തുറന്ന് ചിരിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? ഇന്നലെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു അടവും കൂടി എടുത്തു. മാധ്യമ പ്രവർത്തകര് ഈ 3 അന്വേഷണം നടത്തുന്ന ഒരാളെ അന്വേഷണ പൂർത്തിയാകുന്നത് വരെ ആ ചുമതലയിൽ നിന്നെങ്കിലും മാറ്റാൻ, സസ്പെൻഷൻ അല്ല, ആ ചുമതലയിൽ നിന്നെങ്കിലും മാറ്റാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന് ചോദിച്ചപ്പോ മുഖ്യമന്ത്രിയുടെ മറുപടി, മുഖ്യമന്ത്രി ജീവിതത്തിൽ ആദ്യമായിട്ട് പൊതുജനങ്ങളോട് ചിരിച്ചു കണ്ടു. മാധ്യമപ്രവർത്തകരെ ഒരു 8ാമത്തെ അത്ഭുതം കണ്ടതോടുകൂടി മാധ്യമപ്രവർത്തകർക്ക് പിന്നെന്താ ചോദിക്കുന്നത് അറിയില്ല. ലോകത്ത് ഇതുവരെ 7 അത്ഭുതം ഉണ്ടായിരുന്നു. പിണറായി വിജയന്റെ ചിരി എന്ന് പറയുന്ന 8ാമത്തെ അത്ഭുതം കണ്ടു. ആ അത്ഭുതം കണ്ടതോടുകൂടി മാധ്യമപ്രവർത്തകർ തൽക്കാലത്തേക്ക് അവരൊന്ന് അന്താളിച്ചു. കാരണം ഇങ്ങനെ അത്ഭുതം വാർത്താ സമ്മേളനത്തിൽ കാണും, അല്ലെങ്കിൽ അതുവരെയുള്ള എന്താ കണക്ക് പുറത്ത് മൈക്കിനോട് പോലും ക്ഷോഭിക്കുന്ന ഒരു മുഖ്യമന്ത്രി, മൈക്ക് ഓഫായി പോയി കഴിഞ്ഞാൽ ഉടനെ തട്ടി തെറിപ്പിച്ച് കളയുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാള് മാധ്യമ പ്രവർത്തകരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു ചോദ്യം, ആ ചോദ്യം ചോദിച്ചപ്പോ അദ്ദേഹത്തിന് ഒരൊറ്റ വഴിയുണ്ടായിരുന്നത് ഒരു ചിരിക്കി. പക്ഷേ ഇതെല്ലാം കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കഴിയും. PR എക്സസൈസ് അല്ല ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. PR എക്സസൈസ് പ്രശ്നമാണ്, പക്ഷേ
PR എക്സസൈസിനേക്കാൾ വലിയ പ്രശ്നം. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിൽ കുറെ ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടാനുണ്ട്. PR എക്സസൈസിന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആരെയും വെച്ചിട്ടില്ല. അപ്പോ ഞാൻ ആരെയും വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വേറെ ആരെങ്കിലും ആണോ വെച്ചത്? അങ്ങനെയാണെങ്കിൽ അതാണ് വെച്ചത്. അങ്ങനെ ആരെയും വെച്ചിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകർക്ക് നൽകുന്ന അഭിമുഖത്തിന്റെ ഇടയിൽ PR ഏജൻസിയുടെ ആരെങ്ങനെ വന്നിരുന്നു? അതിന്റെ ഫോട്ടോടൊക്കെ പുറത്തു വന്നല്ലേ? നമ്മൾക്കാർക്കെങ്കിലും മുഖ്യമന്ത്രി ഇവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർ പോലും ആരെങ്കിലും ഒരാൾക്ക് മുഖ്യമന്ത്രി അഭിമുഖം നടത്തുകയാണെങ്കിൽ നൽകുകയാണെങ്കിൽ വേറൊരു മാധ്യമ പ്രവർത്തകന് അതിന്റെ ഇടയിൽ പോയിരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം മുഖ്യമന്ത്രി അത്രയും വലിയ സംരക്ഷണം ഒരുക്കിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എണ്ണി നോക്കി, 28 വണ്ടിയാണ് മുഖ്യമന്ത്രി പോകുമ്പോൾ കൂടെ പോകുന്നത്. പ്രധാനമന്ത്രിക്ക് പോലും ഇത്രയും വണ്ടി കൂടെ പോകുന്നുണ്ടാണ്. 28 വണ്ടിയാണ് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി കൂടെ പോകുന്നത്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ഒരു മാധ്യമത്തിന്, ഹിന്ദു പത്രത്തിന് അഭിമുഖം നൽകുമ്പോൾ അതിനിടയിൽ ഒരാൾ കൂടെ ചെന്നിരുന്നു എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പല്ല. അങ്ങനെ ഇരുന്നാൾക്കെതിരായിട്ട് നടപടി എന്താ എടുക്കാത്തത്? ഹിന്ദു പത്രം മുഖ്യമന്ത്രി പറയാത്ത കാര്യം അവിടെ എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് നിയമ നടപടി എന്താ സ്വീകരിക്കാത്തത്? ആരാണ് മുഖ്യമന്ത്രി ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ആരാണ് ഈ ഏജൻസിക്ക് പണം കൊടുക്കുന്നത്? ഇന്നലെ ഞാൻ ചോദിച്ചിരുന്നു, കേരളത്തിലെ ജനങ്ങൾക്ക് 1600 രൂപ കൊടുക്കാൻ, പെൻഷൻ കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്ന സർക്കാർ PR ഏജൻസിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ചെലവാക്കിയിട്ടുള്ള പണം, ആ പണത്തിന്റെ കണക്ക് പുറത്തുവിടണം. അപ്പോഴാ പറഞ്ഞത് ഞങ്ങൾ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ആരാ ചെയ്യുന്നത്? അവരെന്തുകൊണ്ട് ചെയ്യുന്നു? അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന സഹായം എന്താണ്? ഈ കാര്യങ്ങൾ അറിയണം. അതവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ ഗൗരവമുള്ള വിഷയം, ഈ അജിത് കുമാർ എന്ന് പറയുന്ന ആളെ സംരക്ഷിക്കാൻ, MR അജിത് കുമാറിനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി കാണിക്കുന്ന വ്യഗ്രത, ആ വ്യഗ്രതയ്ക്ക് ഒരൊറ്റ കാരണമേ ഉള്ളൂ. മുഖ്യമന്ത്രി അജിത് കുമാറിനെ ഭയക്കുന്നു. കാരണം അജിത് കുമാറിനെ ചില സിനിമയിലൊക്കെ ഉണ്ടല്ലോ ഡയലോഗ്, എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെയും കൊണ്ടേ പോകും എന്ന് പറയുന്നത് പോലെയുള്ള ഡയലോഗുകൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിയും അജിത് കുമാറും തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് അജിത് കുമാറിനെതിരായിട്ട് നടപടിയെടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഭയമാകുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ, മാഫിയ സംഘങ്ങളുടെ കൈപ്പിടിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി അകപ്പെട്ടിരിക്കുന്ന സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ തുടരാൻ പിണറായി വിജയൻ അർഹതയില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സമരം കേവലം ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചിൽ അവസാനിക്കുന്നതല്ല. ഇതുപോലെയുള്ള മാഫിയകളെ കേരളത്തിന്റെ ഭരണത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടുള്ള സമരം, ആ സമരമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്നത്. അതുകൊണ്ട് PR എക്സസൈസിലൂടെ ഭൂരിപക്ഷ സമുദായത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമം പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇനിയെങ്കിലും വസ്തുതകൾ തുറന്നു പറയണം. 2, ഇതുപോലെയുള്ള കസ്റ്റഡി കൊലപാതകങ്ങൾക്ക്, സ്വർണ്ണക്കടത്ത് പോലെയുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളെ ഭയന്നു ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് സംസ്ഥാനത്തിന്റെ ഭരണത്തലവനായിരിക്കാൻ അർഹതയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.